Here I am where the movie started, facing at a photo they've taken. Space tree flying through the skies and battles happen everywhere. Hi, hello guys, this is Ali. Welcome to my YouTube channel, Work with Ali. ഹലോ നമസ്കാരം, അലിയാണ് നിങ്ങളെ കൂടെ. ഇന്ന് നമ്മൾ ഖലീഫ സിറ്റിയിലേക്കാണ് യാത്ര. ഖലീഫ സിറ്റിയിലേക്ക് പോകുന്ന ഉദ്ദേശിച്ചാൽ നമ്മൾ ഇന്ന് മീനെ പിടിക്കണം. ക്യാറ്റ് ഫിഷ്, അതേപോലെ ബദ, അമൂറ്, നല്ല റോക്ക് കല്ലൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പോയി നോക്കാം. നേരായിട്ട് നമ്മുടെ അടുത്ത് ശ്രിംസ്, ചെമ്മീനൊക്കെയാണ് ഉള്ളത്. പിന്നെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളെ കഫ്റ്റീരിയയിലേക്ക് വിടാം. കഫ്റ്റീരിയയിൽ നമുക്ക് എന്ത് ചെയ്യുക, തവ ഫ്രൈ. ഓക്കെ, അതിൽ ആരും മാറ്റമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് തമർത്താം. Where the movie started, facing at a photo they've taken. Space tree flying through the skies and battles happen everywhere. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. I don't wanna go to work cause my boss is a jerk and I'm not even that paid. I need a change in my life cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams, we all want things, but what you gonna do for it? How you gonna move for it? What you gonna be? And do you believe you can do anything? But what you gonna do for it? How you gonna move for it? What you gonna be? ശരി 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 ശരി, അടിപൊളി മീനാണ്. ഇവിടുത്തെ അറബിക് ഫിഷ് എന്ന് തന്നെ പറയാം. ശരി, കടിച്ച് സൂം ചെയ്യാൻ പറ്റുമോ? ശരി, മാഷാ അല്ലാ. ഇന്ന് നമ്മൾ തവ ഫ്രൈ പൊളിക്കൂട്ടാ മിക്കവാറും. സാധനം കിടക്കാക്കി സാധനങ്ങൾ അടിക്കാനുണ്ട്. ഫോട്ടോ എടുത്തോ? നെഗ്രൂർ നെഗ്രൂർ. നേരെ തരില്ല അടിയാ. കവറെടുക്ക. ഇന്നത്തെ മീനാണ്. I'm tired of shit and the coffee ain't hit yet, damn ain't that great. I don't wanna go to work cause my boss is a jerk and I'm not even that paid. I need a change in my life cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing,
അല്ലേ? ഇതുകൊണ്ട് നമുക്ക് നേരെ കഫ്തീരിയയിലേക്ക് വിടാം. കഫ്തീരിയയിലേക്ക് വിട്ടിട്ട് അവിടെ മസാലയൊക്കെ തേച്ച് ഒരു നല്ല തവ ഫ്രൈ എടുക്കാം. ഓക്കെ, ഇത് നമുക്ക് നല്ല ഒരു കറി വയ്ക്കാം. ഓക്കെ, വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്തോ, നേരെ കഫ്തീരിയക്ക്. അല്ല അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ നേരെ go to the kitchen. But what you gonna do for it? How you gonna move for it? What you gonna be? And do you believe you can do anything? But what you gonna do for it? How you gonna move for it? What you gonna be? ഓക്കെ, ഇത് നമ്മൾ ഇഷ്ടക്കാല ചെറുമ്പറകൾ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നന്നായി നമ്മൾ 2-3 പ്രാവശ്യം ഇതിൻ്റെ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക, നല്ല വൃത്തിയാക്കി എടുക്കുക. ഓക്കെ, ഓക്കെ, നമ്മൾ ചെയ്യാൻ പോണത് ഗ്രീൻ മസാലയാണ്. ഗ്രീൻ മസാല ഇട്ടിട്ട് ഗ്രീൻ തവ ഫ്രൈ. ഓക്കെ, ഗ്രീൻ മസാല തവ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിടിച്ചു കൊടുത്ത മീനൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് സെൻറ്ററിൽ കീറി കഴുകി വൃത്തിയാക്കി മസാല ഇടാൻ പോവാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ചേരുവകൾ മസാലയ്ക്ക് വേണ്ടതെന്നുള്ളതെന്ന് നോക്കി. നമുക്ക് മല്ലിച്ചപ്പാണ് വരുന്നത്. മല്ലിച്ചപ്പ്, പുതിന, പിന്നെ ഒരു കറാമ്പൂ 2 പീസ്, അതിലേക്ക് ബ്ലാക്ക് പെപ്പർ, 1 ഏലക്കയുണ്ട്, പിന്നെ ചെറുനാരങ്ങൻ്റെ നീരാണ്, ചെറുനാരങ്ങൻ്റെ നീര്, അതിലേക്ക് ഗ്രീൻ ചില്ലി ഒരു 10 പീസ്, ജിഞ്ചർ ഇഞ്ചി ഒരു ചെറിയ പീസ്, ഗാർലിക് ഒരു 10 പീസ്, കറി ലീഫ് ഒരു 20 പീസ്. ഇതെല്ലാം പാടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നാക്കി അടിച്ചിട്ട് പേസ്റ്റ് ആയ ശേഷം നമ്മൾ നന്നായി അത് മസാലയും വെച്ച് തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, നമ്മൾ ഗ്രീൻ ചില്ലി നന്നാക്കി അടിച്ച് മിക്സിയിൽ അടിച്ചാൽ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള മണമൊക്കെ വരുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് ലേശം ഓയിലല്ല, വെളിച്ചെണ്ണ, കോക്കനട്ട് നാടൻ വെളിച്ചെണ്ണ ഇട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുനാരങ്ങ നന്നായിട്ട് പിഴിയുക. ഒരു 1/2 സ്പൂണ് ചെറുനാരങ്ങ, പുളിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഉപ്പുവരെ തിന്നിട്ട് മിക്സ് ആവാണ്. നന്നായിട്ട് പിഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുക. അതായത് ജഷ്, ഷാമ്, നൈസർ, ഇത് നമ്മളിന്ന് നന്നായിട്ട് മസാല പുരട്ടാൻ പോവാണ്. നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക.
വെള്ളം നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഈ പരിപാടി ചെയ്യുമ്പോഴേ. അത് തവ ഫ്രൈയിൽ നമുക്ക് വെള്ളം നിൽക്കാൻ പാടില്ല, വെള്ളം ക്ലിയറായിട്ട് ഉപ്പ് എടുത്തിട്ട് വേണം. മസാല ഓക്കെ. ഇന്നത്തെ നമ്മളെ ഗ്രീൻ മസാല ഇട്ട് വെച്ചിട്ടാണ് 1 മണിക്കൂർ മുമ്പ് ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, മസാലയൊക്കെ പിടിച്ച് നല്ല ഇത് നമ്മളെ കോക്കനട്ട് ഓയിലിൽ നല്ല കേപ്പിൽ കോക്കനട്ട് ഓയിലാണ്. ഇതാണ് അതൊന്ന് ഫ്രൈ ചെയ്യാൻ ഞങ്ങളുടെ പിന്നെ തവ ഫ്രൈ ഗ്രീൻ മസാല ഇട്ടിട്ടാണ്. ഓക്കെ, മസാല ഒക്കെ നല്ല അടിപൊളി പിടിച്ച് നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. ചൂട് ഇവിടെ വെച്ചോട്ടെ. തവ ഫ്രൈ ഗ്രീൻ മസാല ഇട്ടതാണ്. ഓക്കെ, നന്നായിട്ട് അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കൂട്ടി നമ്മൾ കഫ്തീരിയയിലെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടി കൂടിയിട്ട് കഴിക്കണമെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ കമൻസുകൾ അത് നമ്മൾ എഴുതി അറിയിക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ തുടർന്നും കാണുക. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. കഴിച്ചോടി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഗ്രീന് മാസില? സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം. എന്തെങ്കിലും ഉപ്പോ ഓക്കെ.